ഇങ്ങനത്തെ ആയിരക്കണക്കായ മുസ്ലിം പള്ളികളാണ് യൂറോപ്പിലുള്ളത്. ആയിരക്കണക്കിന് ചർച്ചാക്കിയ, ക്രിസ്തീയ മഠമാക്കിയ, ചാപ്പലുകളാക്കിയ, കത്തീഡ്രലുകളാക്കിയ ആയിരക്കണക്കായ മുസ്ലിം പള്ളികൾ ഇന്ന് യൂറോപ്പിലുണ്ട്. ആയിരക്കണക്കിന്. ആ പള്ളിയല്ല, പള്ളിയോടനുബന്ധിച്ച് മുസ്ലിം മയ്യത്തിന്റെ ശ്മശാനങ്ങൾ, ഖബർസ്ഥാനുകൾ. ആ ഖബർസ്ഥാനുകളിലൊക്കെ മറകെട്ട് കിടക്കുന്ന 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ആരിഫീങ്ങൾ, സ്വാലിഹ്യങ്ങൾ, ശേഖന്മാർ, അവർക്ക് ഖബറുകൾ. ആ പള്ളികൾ മുഴുവനും ഇന്ന് ചർച്ചകളാണ്. നമ്മൾ ആരും ഒരു ക്രിസ്ത്യാനിയും കുറ്റപ്പെടുത്താറില്ല. എന്തുകൊണ്ട്? ബ്രിട്ടീഷുകാരന്റെ അജണ്ട മുസ്ലിമിനില്ല. മുസ്ലിമിന് ബ്രിട്ടീഷുകാരന്റെ അജണ്ട ഇല്ല. ബ്രിട്ടീഷുകാരന്റെ അജണ്ട തമ്മിൽ തല്ലിക്കുക മാത്രമാണ്. ഈ സ്പെയിനിലേക്ക് എങ്ങനെ മുസ്ലിങ്ങൾ എത്തുന്നത്? അത് വേണമെന്ന് പഠിക്കാം. എങ്ങനെ സ്പെയിനിലേക്ക് മുസ്ലിങ്ങൾ വരുന്നത്? സ്പെയിനിലേക്ക് മുസ്ലിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വന്നതല്ല. ഇത് ലാസ്റ്റ് സ്പാനിഷ് എംപയറാണ്. ആര്? റോഡ്രിക്. AD 710 മുതൽ 711 വരെയാണ് റോഡ്രിക്കിന്റെ ഭരണകാലം. സ്പാനിഷ് എംപയർ അവസാനത്തെ സ്പെയിൻ ഭരണാധികാരിയായിരുന്നു. സ്പാനിഷ് എംപയറിൽ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ആര്? റോഡ്രിക്ക്. AD 710 മുതൽ 711 വരെ. അദ്ദേഹത്തിന്റെ ജീവിതകാലം എന്നാൽ AD 687 മുതൽ 711 വരെയാണ്. ഈ കാലഘട്ടത്തിൽ ജിബ്രാൾട്ടർ കടലിടുക്കിലെ ദ്വീപസമൂഹമാണ്, ശ്രദ്ധിക്കണേ, ജിബ്രാൾട്ടർ കടലിടുക്കിലെ ദ്വീപസമൂഹമായ ക്യൂട്ട എന്നൊരു പ്രദേശമുണ്ട്. ക്യൂട്ട എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതാണ് ക്യൂട്ട. ഇത് ആഫ്രിക്ക, മൊറോക്കോ, ഇത് യൂറോപ്പ്, ഇത് ജിബ്രാൾട്ടർ കടലിടുക്ക്, ഇതാണ് ക്യൂട്ട. അതായത് നേരെ ഇതാണ് മൊറോക്കോ. മൊറോക്കോയിൽ നിന്ന് ഏകദേശം കടലിലെ കുണ്ടി നിൽക്കുന്ന മുനമ്പാണ് ത്വഞ്ച. ഇത് മെഡിറ്ററേനിയൻ, ഇത് അറ്റ്ലാന്റിക്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ക്യൂട്ടയിലേക്ക്. മൊത്തം കടലിടുക്ക് ഒരു 10 കിലോമീറ്റർ വരും. എന്നാൽ ക്യൂട്ടയിലേക്കുള്ളത് 1 കിലോമീറ്റർ. ക്യൂട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത രാജ്യം മുസ്ലിം രാജ്യമാണ്. ഏതാ? മൊറോക്കോ. ആരാ? സുൽത്താൻ അമവി സുൽത്താൻ വലീദ് ബിൻ അബ്ദുൽ മലിക്. വലീദ് ബിൻ അബ്ദുൽ മലിക്കാണ് ഭരണാധികാരി. എവിടെ? മൊറോക്കോയിൽ. ഈ ക്യൂട്ട ഭരിച്ചിരുന്നത്, ക്യൂട്ട ഒരു ദ്വീപ. ക്യൂട്ട ഭരിച്ചിരുന്നത് അന്ന് ഡോൺ ജൂലിയാൻ എന്ന ഒരു ക്രിസ്തീയ ഭരണാധികാരിയാണ്. ഡോൺ ജൂലിയാൻ. അദ്ദേഹത്തിന്റെ കാലഘട്ടം ഡോൺ ജൂലിയാൻ. ഈ ഡോൺ ജൂലിയാന്റെ മകളാണ് ഫ്ലോറിഡ ലാക്കോവ. ഫ്ലോറിഡ ലാക്കോവയെ സ്പെയിനിലെ റോഡ്രിക്കിന്റെ കൊട്ടാരത്തിലേക്ക് കൊട്ടാര രീതികൾ പഠിക്കാൻ വേണ്ടി അയച്ചു. AD 710. ആരെ അയച്ചു? ഫ്ലോറിഡയെ അയച്ചു. ഫ്ലോറിഡ ലാക്കോവ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ഇന്നിപ്പോ നമ്മൾ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അത് ഡിഗ്രി പാസ്സായാൽ തന്നെ നമ്മൾ എവിടെയെങ്കിലും ഹോട്ടൽ കൊണ്ടു നിർത്തുമല്ലോ കുട്ടികളെ എന്നതുപോലെ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവാൻ. അങ്ങനെ സ്പാനിഷ് റോമൻ എംപയറായ അവസാനത്തെ റോമൻ എംപയറായ റോഡ്രിക്കിന്റെ കൊട്ടാരത്തിലേക്ക് കൊട്ടാര രീതികൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഫ്ലോറിഡയെ അയച്ചു. ആര്? ക്യൂട്ടയിലെ ഭരണാധികാരിയായ ഡോൺ ജൂലിയാൻ. കൊട്ടാരത്തിൽ വന്ന ഈ പെൺകുട്ടിയെ അനാശാസ്യത്തിന് വിധേയയാക്കി. ആര്? റോഡ്രിക്ക്. എന്നല്ല, ആ പെൺകുട്ടിയെ അനധികൃതമായി കൈവശം വെച്ചു, ബന്ദിയാക്കി. മാന്യതയില്ലാതെ പെരുമാറിയത് മാത്രമല്ല, ഒരു അടിമപ്പെണ്ണിനെ പോലെ, ഒരു അടിമപ്പെണ്ണിനോട് പോലും ചെയ്യാത്ത ഒരു രാജകുമാരിയോട് ചെയ്തു. ആര് ചെയ്തു? റോമൻ എംപയർ. ആര്? റോഡ്രിക്ക്. ആരുടെ മോള? ഡോൺ ജൂലിയാന്റെ മോള, ഫ്ലോറിഡ. അങ്ങനെ വന്നപ്പോൾ സ്പെയിനിൽ പല ആളുകളോടും ഇയാൾക്ക് പറഞ്ഞു നോക്കി, പരിഹാരം ഉണ്ടായില്ല. എന്തുകൊണ്ട്? ചക്രവർത്തി തന്നെ റേപ്പ് ചെയ്യുക, ചക്രവർത്തി തന്നെ ഒരു പെൺകുട്ടിയെ ബന്ദിയാക്കി വെക്കുക, ആ പെൺകുട്ടിയെ, ഭാര്യയല്ലാത്ത പെൺകുട്ടിയെ ഭാര്യയെ പോലെ ഉപയോഗിക്കുക. ആ ചക്രവർത്തിയോട് ആരെന്ത് ചെയ്യും? അക്കാലത്ത് സ്പാനിഷ് സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ്. ഇന്നത്തെ സ്പെയിനും അല്ലത്, ശാലമാണ്. അപ്പൊ ചക്രവർത്തിയെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല. അപ്പോൾ വേഗം സത്യത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തുന്ന നേരെ ഒരു വിഭാഗം ഉണ്ട് ഇവിടെ 1 കിലോമീറ്റർ ഇപ്പുറത്ത്. ആര്? മൊറോക്കോയിൽ മുസ്ലിങ്ങൾ. അക്കാലത്ത് മൊറോക്കോയിലെ ഗവർണർ മൂസ ബിൻ നുസൈറാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം പലപ്പോഴും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. മൊറോക്കോയിലെ ഗവർണറാണ്. ആരാ ഭരണാധികാരി? വലീദ് ബിൻ അബ്ദുൽ മലിക്. വലീദ് ഒന്നാമൻ. വലീദ് ഒന്നാമൻ എന്ന വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ ഗവർണറായ മൂസ ബിൻ നുസൈറിന്റെ കൊട്ടാരത്തിൽ പോയി പറഞ്ഞു, അദ്ദേഹത്തിന് അധികാര സ്ഥാനത്ത് പോയി പറഞ്ഞു, ഇതാ എന്റെ മോൾ ഫ്ലോറിഡയെ റോഡ്രിക്ക് അനാശാസ്യം ചെയ്യുകയും അടിമയാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടണം, എന്നെ സഹായിക്കണം. ഒരു അച്ഛൻ, ആ അച്ഛന്റെ മോൾ സ്വന്തം മകളെ ഒരാൾ കൊണ്ടുപോയി അനാശംസ ചെയ്യുകയാണെങ്കിൽ ആ അച്ഛന്റെ മനസ്സ് എന്തായിരിക്കും? ഈ ഭൂമിയിൽ ആരോട് യുദ്ധം ചെയ്താണെങ്കിലും അത് നിവർത്തിച്ചു കൊടുക്കേണ്ടത് കേൾക്കുന്ന കരുത്തുള്ളവന്റെ ബാധ്യതയാണ്. അദ്ദേഹത്തിന്റെ വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ ഗവർണറായ മൂസ ബിൻ നുസൈറിന്റെ
മൂസ ബിൻ നുസൈറിന്റെ പട്ടാള ക്യാപ്റ്റനാണ് അക്കാലത്ത് താരിഖ് ബിൻ സിയാദ് റഹ്മത്തുള്ളാഹി അലൈഹി. താരിഖിന്റെ പട്ടാളം നേരെ അങ്ങോട്ട് കയറി. എങ്ങോട്ട്? സ്പാനിഷ് എംപയറിന്റെ രാജ്യത്തേക്ക് കയറി, സ്പെയിനിലേക്ക് കയറി. 10,000-ഓളം പട്ടാളവുമായി ആവശ്യമായ പട്ടാളത്തെ ഇയാൾ ഡോൺ ജൂലിയാൻ നൽകി. ഇങ്ങോട്ട് കയറി ഡോൺ ജൂലിയാൻ എന്ന് 80,000-ഓളം പട്ടാളവും കൊണ്ട് റോഡ്രിക് ഇവരെ നേരിട്ടു. പക്ഷേ അള്ളാഹുവിന്റെ സഹായം ലഭിച്ചത് സത്യസന്ധന്മാർക്കാണ്. റോഡ്രിക് ആ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടു. പിന്നെ മുസ്ലിം സാന്നിധ്യം ഉണ്ടായി സ്പെയിനിൽ. അപ്പോൾ താരിഖ് ബിൻ സിയാദ് വന്നത് റേപ്പ് ചെയ്യപ്പെട്ട ക്രിസ്ത്യൻ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതാണ് ചരിത്ര സത്യം. ആര് വിളിച്ചുകൊണ്ടുപോയി? ക്രിസ്ത്യാനികൾ. പിന്നെ രാജോചിതമായ സൗകര്യം നൽകി, ഇനി നിങ്ങൾ ഇവിടുന്ന് പോകരുത് എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾ തന്നെ അവരവിടെ നിലനിർത്തി. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്ത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു നാട്ടിലേക്ക് ഒരു കാരണമില്ലാതെ പ്രവേശിക്കാൻ പാടില്ല. അക്കാലത്ത് റോഡ്രിക്കിന്റെ സാമ്രാജ്യം ഇവർ കൈവശപ്പെടുത്തി. ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ വിട്ടില്ല. ഈ നീതിമാന്മാർ നീലാൾ വാഴണം എന്നവർ ആഗ്രഹിച്ചു. മുസ്ലിങ്ങൾ അധികാരത്തിലായി. എന്ത്? ഇന്നത്തെ സ്പെയിന്, ഇന്നത്തെ പോർച്ചുഗൽ, ഇന്നത്തെ ഫ്രാൻസിന്റെ ഒരു അല്പഭാഗം. ഈ പോർച്ചുഗലിനെയും പ്രത്യേകം മനസ്സിലാക്കണം. പോർച്ചുഗൽ എന്ന് പറഞ്ഞ നാടിന് പോർച്ചുഗല് എന്ന പേര് കിട്ടിയതന്നെ എന്റെ പിന്നിൽ പോർച്ചുഗലല്ല, പുർത്തുഗാലാണ്. പുർത്തുഗാൽ. എന്താ പുർത്തുഗാൽ എന്ന വാക്കിനർത്ഥം? ചുമന്ന ഓറഞ്ച്. ചുമന്ന ഓറഞ്ചിനാണ് എന്ത് പറയാ? പുർത്തുഗാല്. ഇത് അറബികൾ ആ പ്രദേശത്ത് നട്ടുപിടിപ്പിച്ചു. ക്രമേണ ആ നാട്ടിന്റെ പേരെന്തായി? പുർത്തുഗാലായി. അത് ലോപിച്ച് പോർച്ചുഗൽ. സ്പാനിഷ് ഭരണകാലത്ത് അറബികൾ ഓറഞ്ച് നട്ടുപിടിപ്പിച്ച ഏരിയയാണ്, സ്പെയിനിന്റെ ഏരിയയാണ്. പിൽക്കാലത്ത് എന്തായി മാറിയത്? പോർത്തുഗാലായി. ആ നാടിന്റെ പേര് പോർത്തുഗാലായി. പിന്നെ ആ നാട് പോർച്ചുഗലായി. ഇന്നത്തെ സ്പെയിന്, ഇന്നത്തെ പോർച്ചുഗല്, ഇന്നത്തെ ഫ്രാൻസിന്റെ ഒരു അല്പഭാഗം. പിന്നെ അങ്ങോട്ട് മുസ്ലിമീങ്ങൾ പോയതേ ഇല്ല. അവർക്ക് കഴിയുമായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ മുഴുവൻ അവരെ കയ്യില. പോകാം, പോയില്ല. എന്തുകൊണ്ട്? അതൊരു രീതിയല്ല. ഈ സംഭവം നടക്കുന്ന AD 711 അവിടെ മുസ്ലിങ്ങൾ അങ്ങോട്ട് ഭരിച്ചു. എന്നാൽ 10-ാം നൂറ്റാണ്ടിന് ശേഷം എന്തു വന്നു? ദുർബലരായ മുസ്ലിം ഭരണാധികാരികളുടെ മേൽ ഇങ്ങോട്ട് കയറി യൂറോപ്യന്മാർ. ഞാൻ അവരെ ക്രിസ്ത്യാനികൾ എന്ന് പോലും പറഞ്ഞില്ല, പക്ഷെ അവരുടെ മതം ക്രിസ്ത്യമതാണ്. ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് വന്നു, കൈവശപ്പെടുത്തി. അവിടെയുള്ള കോടിക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നു. കോടിക്കണക്കിന്. കാരണം AD 10th century മുതൽ 17th century വരെയാണ് ഇൻക്വിസിഷൻ, സ്പാനിഷ് ഇൻക്വിസിഷൻ നടന്നിട്ടുള്ളത്. ഏകദേശം 7 നൂറ്റാണ്ട്. ഈ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ചില്ലറ വർഷങ്ങൾ കൊണ്ട് ഇസബെല്ല രാജ്ഞിയും ഫെർഡിനൻഡ് രാജാവും 15-ാം നൂറ്റാണ്ടിന്റെ ഒരു ചില്ലറ കൊല്ലം കൊണ്ട് മാത്രം കൊന്നത് 10 ലക്ഷത്തിലേറെ ആളുകളെ. നിർബൽ മതപരിവർത്തനം നടന്നത്. ഇന്ന് തന്നെ രേഖപ്പെട്ട ചരിത്രം ആ ഒരു ചില്ലറ ഫെർഡിനൻഡ് രാജാവിന്റെ ഇൻക്വിസിഷൻ കാലത്ത് നടത്തിയത് 10 ലക്ഷം മുസ്ലിം കുടുംബങ്ങളെ മതം മാറ്റി. 10 ലക്ഷം മുസ്ലിങ്ങളെ മതം മാറ്റി. അതായത് ആര്? ഫെർഡിനൻഡ് രാജാവും ഇസബെല്ല രാജ്ഞിയും. അത് AD 15-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്താണ് ഇൻക്വിസിഷൻ നടന്നത്. ശുദ്ധീകരണം അഥവാ മുസ്ലിങ്ങളെ കൊല്ലുക. ഇത് 10-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ നടന്നിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനം ഭാഗം വരുമ്പോൾ ഒരു കുഞ്ഞു മുസ്ലിമായ കുഞ്ഞ്, ഒരു മുസ്ലിമായ കുഞ്ഞ് സ്പെയിനിൽ ഇല്ല. ഇതിന് തിരിച്ചൊരു മറുപടി പറയേണ്ടത് മുസ്ലിങ്ങളല്ലേ? ഇക്കാര്യം വരെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അത് അക്കാലത്തിൽ ചില രാജാക്കന്മാരുടെയോ ചില പുരോഹിതന്മാരുടെയോ അബദ്ധമാണ്. അതിന് ഇന്നത്തെ ക്രിസ്ത്യാനികളെ പഴിക്കുന്നതിൽ ഒരർത്ഥമില്ല. ലോകത്തെ ക്രിസ്തുമതം അതിന് ഉത്തരവാദിയല്ല. നിങ്ങൾ ചരിത്രം പഠിക്കും, നിങ്ങൾ ചരിത്രം പഠിക്കും, നിങ്ങൾ ചരിത്രം പഠിക്കും. പ്രത്യേകിച്ച് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞ യൂറോപ്പിന് ഒരു ഹോബിയാണ്. 100 കോടി ജനങ്ങളെയാണ് ഇൻക്വിസിഷനിൽ ക്രിസ്തീയ യൂറോപ്പ് കൊന്നിട്ടുള്ളത്. പക്ഷെ അത് ക്രിസ്തുമതത്തിന്റെ പ്രശ്നമല്ല, പറഞ്ഞു പോയതാണ്. ക്രിസ്തുമതം അത് ചെയ്യൂല. ക്രിസ്തുമതം അടിസ്ഥാനപരമായി നന്മയുടെ മതമാണ്, സ്നേഹത്തിന്റെ മതമാണ്. എല്ലാ മതങ്ങളും അങ്ങനെ തന്നെ. ക്രിസ്തുമതം മാത്രമല്ല, ഹിന്ദുമതവും സ്നേഹമാണ്, ഇസ്ലാം മതവും സ്നേഹം, ജൂതമതവും സ്നേഹം. സ്നേഹത്തിന്റെ മഹാവാതായനങ്ങൾ തുറന്നാണ് ഈ വലിയ മനുഷ്യരെല്ലാം ലോകത്ത് ഇതിന്റെ അടിസ്ഥാന ഫൗണ്ടർമാർ ഇത് പ്രചരിപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതെല്ലാം ഇലാഹിയായ മതത്തിന്റെ ഭാഗം തന്നെയാണ്. എത്ര കോടി? ഇൻക്വിസിഷൻ കാലത്ത് ക്രിസ്തീയ യൂറോപ്പ് കൊന്നത് എത്രയാ? 100 കോടി. 100 കോടി. 100 കോടി മനുഷ്യരെ കൊല്ല. അതിലെ വലിയൊരു ശതമാനം ക്രിസ്ത്യാനികൾ തന്നെ കൊന്നു. കോടികൾ മുസ്ലിമീങ്ങളെ കൊന്നു. ആ മുസ്ലിമീങ്ങളെ കൊല്ലൽ 10-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ 7 നൂറ്റാണ്ടാണ് കൊല്ലുന്നത്. എത്ര കൊല്ലും? കണ്ണിച്ചോരല്ലായ്മ.
ഇതിന് ഏതെങ്കിലും ഒരു മക്കത്തെ ഇമാമോ ഒരു മദീനത്തെ ഇമാമോ ഇതിന് ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് ഇപ്പോഴും ഞങ്ങൾ അതിന് മാപ്പ് നൽകൂല എന്നാണ് ഓർത്തഡോക്സ് സഭ ഈ അടുത്ത വർഷം കത്തോലിക്കൻസിന് ഈ 2000 ആണ്ട് കഴിഞ്ഞിട്ട് പോലും കത്തോലിക്കൻസിനോട് പറഞ്ഞത് ഞങ്ങൾ മാപ്പ് തരൂല. മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം നിങ്ങൾ നടത്തിയ ഈ തോന്നിയാസത്തിന് ഞങ്ങൾക്ക് മാപ്പ് തരാൻ കഴിയില്ല. എന്നാൽ മുസ്ലിങ്ങൾ മാപ്പ് നൽകിയിരിക്കുന്നു. എന്തുകൊണ്ട്? ബാക്കി ഇനി പടച്ചോന്റെ കാര്യമാണ്. കോടതിയിൽ ഏതായാലും പരിഹാരം ഉണ്ടാക്കേണ്ടി വരും. എന്നാൽ ഇന്നത്തെ ക്രിസ്ത്യാനികൾ അതിന് ഉത്തരവാദി അല്ല. അതേസമയം ഇങ്ങനത്തെ ഒരു ഇൻക്വിസിഷൻ നടത്താമായിരുന്നല്ലോ. ആർക്ക്? മുഹമ്മദ് ഫാത്തിഹ് നടത്തിയിട്ടില്ല. മുഹമ്മദ് ഫാത്തിഹ് അത് നടത്തുമെന്ന് വിചാരിച്ച് ഓടിപ്പോയി കുറച്ചാളുകൾ. അവർ വിചാരിച്ച് ഓടിപ്പോകാൻ കാരണമുണ്ട്. എന്ത്? ഇൻക്വിസിഷൻ നടക്കുന്ന കാലമാണ് ഇത്. സ്പെയിനിൽ 10ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെ മുസ്ലിങ്ങൾക്കെതിരെ സ്പാനിഷ് ഇൻക്വിസിഷൻ നടന്ന കാലത്താണ് ഇവിടെ ആര് വരുന്നത്? മുഹമ്മദ് ഫാത്തിഹ് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് വരുന്നത്. അപ്പൊ സ്വാഭാവികമായി ക്രിസ്ത്യാനികൾ എന്ത് ധരിക്കും? ഇതേ ഇൻക്വിസിഷൻ ഞങ്ങളുടെ മേൽ നടപ്പിലാവും. അപ്പൊ ഓടിപ്പോവും. പക്ഷേ ഓടിപ്പോയ എല്ലാവരും തിരിച്ചുണ്ടെന്നു. ഒരാൾ ദ്രോഹിച്ചില്ല. മുസ്ലിമീങ്ങൾ കാണിച്ച ദയാവായ്പിന് 1000 കൊല്ലം നിങ്ങൾ തലകുട്ടി കണ്ണീരൊഴുക്കിയാലും നിങ്ങൾക്ക് പരിഹാരം കിട്ടൂല. അതേ സമയത്ത് സ്പെയിനിൽ ഈ ഇൻക്വിസിഷൻ നടത്താമായിരുന്നു. ആർക്ക്? മുഹമ്മദ് ഫാത്തിഹിന്. അതേ സമയത്ത് സ്പെയിനിൽ അന്ന് ഇൻക്വിസിഷൻ നടന്നുകൊണ്ടേയിരിക്കുക. തൊട്ടടുത്ത വർഷങ്ങളിലാണ് എന്ത് ലക്ഷങ്ങളെ ഇതേ 15ാം നൂറ്റാണ്ടിലാണ് എന്ത് വരുന്നത്? ഫെർഡിനൻഡിന്റെയും ഇസബല്ലയുടെ രാജ്ഞിയുടെയും ഇൻക്വിസിഷൻ വരുന്നത് എവിടെ? സ്പെയിനിൽ. അന്ന് കൊന്നത് എത്രയാ? എത്ര ലക്ഷങ്ങൾ കൊല്ല. ഫെർഡിനൻഡ് രാജാവ് മാത്രം അവരുടെ കാലത്ത് മാത്രം മതപരിവർത്തന കയ്യുമണക്കില്ല. 15-16 നൂറ്റാണ്ടുകളിൽ നടത്തിയ നിർബന്ധ മതപരിവർത്തനത്തിന് കയ്യുമണക്കില്ല. അങ്ങനത്തെ ചരിത്രം മുസ്ലിങ്ങൾക്ക് കഴിയില്ല. മുസ്ലിങ്ങൾ അത് ചെയ്യൂല. മുസ്ലിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റൂല. കാരണം ഇസ്ലാം അത് അംഗീകരിക്കൂല സഹോദര. ഒരു നിർബന്ധ മതപരിവർത്തനം ഇസ്ലാം അംഗീകരിക്കൂല. ഒരു ജൂതനെയോ ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയോ നിർബന്ധ മതം മാറ്റി ഇസ്ലാം അംഗീകരിക്കൂല. എന്തിനാണ് അങ്ങനെ കുറെ ആളെ ഇസ്ലാമിന്? ഒരു മതത്തിന് ഇസ്ലാമിനല്ല, എന്തിനാ ക്രിസ്ത്യാനിക്ക്? എന്തിനാ ജൂതന്? എന്തിനാ ഹിന്ദുവിന്? അപ്പൊ ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഇതിന്റെ പിന്നിലൊക്കെ കൂട്ടം കൊടുത്തത് ആരാ? ചില കർദിനാൾമാർ. അവരാരാ? ഒരു മനുഷ്യത്തല്ലാത്തൊരു. ഇന്നത്തെ കർദിനാൾ എന്ത് പേച്ചു? ലോകത്തെ അക്കാലത്ത് തന്നെ വേറെയും കർദിനാൾമാരുണ്ടാവും. ഇതിന്റെ പേരിൽ മതം തൊന്ന് ചർച്ചിന്റെ വാതിലടച്ച് പൊട്ടിക്കറിഞ്ഞ എത്രയോ ക്രിസ്ത്യ പാതിരിമാരുണ്ടാവും മനുഷ്യത്തുള്ളവര്. കാരണം അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. 17ാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോൾ അതാണ് സ്പെയിന്. ഈ സ്പെയിനാണ് യൂറോപ്പിന് ധർമ്മം പഠിപ്പിച്ചത്. ലോകത്തെ വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ, ആസ്ട്രോണമിയിൽ, സാഹിത്യത്തിൽ ലോകത്തെ ഏറ്റവും വലിയ കേന്ദ്രം ഒരു കാലത്ത് ഏതാ? സ്പെയിനല്ലേ. എത്ര ഇമാം ബുഖാരിയെ പോലത്തെ ആളുകൾ, ഇമാം മുസ്ലിമിനെ പോലത്തെ ആളുകൾ. എന്തിന്? ഞാൻ ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബിയെ പറ്റി പറഞ്ഞില്ലേ? അവരൊക്കെ അടിസ്ഥാനപരമായി അവരൊക്കെ വിരാജിച്ചതാണ് എവിടെ? സ്പെയിനിൽ. ലോകത്തെ മുഴുവനും കേന്ദ്രം ഒരു കാലഘട്ടത്തിൽ സ്പെയിനാ. മാനവരാശിക്ക് വിജ്ഞാനം നിലനിർത്തിയ സ്പെയിനാ. അതിൽ 711 താരിഖ് ബിൻ സിയാദ് ഒരു റേപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്തീയ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി 711 ജീവൻ ബലിയർപ്പിക്കാൻ വേണ്ടി മുസ്ലിം പട്ടാളം അങ്ങോട്ട് വരുന്നത്. പിന്നെ ഈ മനുഷ്യത്തുള്ള വിഭാഗത്തിന് പോകാൻ ക്രിസ്ത്യാനികൾ സമ്മതിച്ചില്ല. എല്ലാവിധ സൗകര്യം ചെയ്തു. അവിടെ ആയിരക്കണക്കായ മുസ്ലിം പള്ളികളുണ്ടായി. ആയിരക്കണക്കായ മുസ്ലിം ചർച്ചുകൾ സംരക്ഷിക്കപ്പെട്ടു. സ്പാനിഷിൽ മുസ്ലിം ഭരണകാലത്ത് ആയിരക്കണക്കിന് പള്ളികളുണ്ടായി. ഒരു ചർച്ചും പള്ളിയാക്കിയില്ല. അങ്ങനെ AD 17ാം നൂറ്റാണ്ട് അവസാനിച്ചപ്പോഴത്തിന് ഒരു മുസ്ലിം കുട്ടി സ്പെയിനിലില്ല. ഇസബല്ല രാജ്ഞി മാത്രം പുറത്താക്കിയത് AD 1500 നടക്കുന്ന സമയത്ത് 1487 ശേഷം 80 ശേഷം അവർ പുറത്താക്കുന്നത്, രാജ്ഞിയും രാജാവും പുറത്താക്കുന്നത് 3 കോടി മുസ്ലിങ്ങളെയാണ്. കടലും കടത്തിവിട്ട് 3 കോടി മുസ്ലിങ്ങളെ അവർ മാത്രം പുറത്താക്കിയത്. AD 14ാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോൾ ഒരു മുസ്ലിം കുട്ടി എവിടെ ഇല്ല? സ്പെയിനില്ല. പിന്നീട് 20ാം നൂറ്റാണ്ടിൽ സ്പെയിൻ സന്ദർശിച്ചിട്ടുണ്ട് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ. കോർഡോവയിലെ വലിയ പള്ളി ചർച്ചയാക്കിയ മാറ്റിയതാണ്. ആര്? ഈ ഇൻക്വിസിഷൻ കാലത്ത് കത്തോലിക്കൻസ് ആ ചർച്ചിൽ നിസ്കരിക്കാൻ സമ്മതിച്ചില്ല. 2 റക്അത്ത് നിസ്കരിക്കട്ടെ, ഞങ്ങളെ പഴയ പള്ളിയല്ലേ, സമ്മതിച്ചില്ല. അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ഈ ചർച്ചകളിൽ പഴയ കാലത്തെ പള്ളികൾ സന്ദർശിച്ചിട്ടുണ്ട്. എക്കാലത്ത് AD 20ാം നൂറ്റാണ്ടിൽ ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ ചോദിച്ചിട്ട് സമ്മതിച്ചില്ല. എന്നാൽ അന്നും ഇന്നും മുസ്ലിം രാജ്യങ്ങളിൽ പൗരാണികമായ ചർച്ച നിലനിൽക്കുന്നു. ഒരു ചർച്ച് പൊളിച്ചിട്ടില്ല. പിന്നെ സ്വാഭാവികമായി ഒരു ഗ്രാമം മുഴുവൻ മുസ്ലിം ആയാൽ അവരുടെ പള്ളി ഒരു ചർച്ച പള്ളിയാക്കും, പള്ളി ചർച്ചാക്കും. സ്വാഭാവിക, രാജകീയ ഇടപെടലല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. അത് സ്വാഭാവിക. ഇതല്ല. ഈ വസ്തുതകളെ ദയവായി നിങ്ങൾ പഠിക്കണം.
ഇത് പഠിക്കേണ്ട ഒരു ചരിത്രമാണ്. പക്ഷേ ആധുനിക സലഫികൾ ഇത് പഠിപ്പിക്കൂല. എന്തുകൊണ്ടാണ് പഠിപ്പിക്കാത്തത്? അവർക്ക് ഉസ്മാനികളോട് വെറുപ്പാണ്. ഉസ്മാനികൾ നല്ലവരാണെന്ന് വന്നാൽ അവർ ദ്രോഹികളാന്ന് വരും. അങ്ങനെ ഉണ്ടാവില്ല. ഈ ലോകത്തെ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ കേട് ഇവരാണ്. ഇവർ ഈ ചരിത്രത്തെ കൊണ്ടുവരില്ല, ഈ വസ്തുതകൾ, ഈ ചരിത്ര സത്യങ്ങൾ കൊണ്ടുവരില്ല. അതേ സമയത്ത് സുന്നികൾ തനി മൂഢന്മാരായി അത് പഠിക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. നിർബന്ധപൂർവം പള്ളി മാറ്റി ചർച്ചയാക്കിയ ചർച്ചകൾ ഒന്ന് കാണിക്കാം. ഇങ്ങനത്തെ ചർച്ചകൾ ആയിരക്കണക്കാണ്. ആയിരക്കണക്കായ മുസ്ലിം പള്ളികൾ, മുസ്ലിങ്ങൾ സ്വഹാബികൾ ഉണ്ടാക്കിയ പള്ളികൾ അടക്കം ഇന്ന് ചർച്ചകളാണ് യൂറോപ്പിൽ. ആയിരക്കണക്കിന്, 1, 2, 10, 20, 50, 100, 500 അല്ല, ആയിരക്കണക്കായ മുസ്ലിം പള്ളികൾ. ആ പള്ളികളെ അപ്പാടി എന്താക്കി മാറ്റി? ചർച്ചയാക്കി. നിർബന്ധപൂർവം മുസ്ലിങ്ങളെ കൊലപ്പെടുത്തി സ്പെയിനിൽ. അങ്ങനത്തെ ഒരു സംഭവം ഈ കാണുന്നത് കോർഡോവ മസ്ജിദാ. നിങ്ങൾ ആ പള്ളി ഒന്ന് നോക്കൂ. ഈ കാണുന്ന കോർഡോവ മസ്ജിദാ. അതിന്റെ മുന്നിൽ കാണുന്ന ഒരു പുല്ല് പിടിപ്പിച്ച ഭാഗല്ലേ, അതാണ് ഹൗള്. ഒരു കാലത്തെ ഒന്നൂർക്കുള്ള സ്ഥലം. അത് ഈ പള്ളി 2.5 ലക്ഷം സ്ക്വയർ ഫീറ്റാണ്. ആരാ ഈ പള്ളി, ഈ കെട്ടിടം നിർമ്മിച്ചത്? ഈ പള്ളിയായിട്ട് AD 754 മുസ്ലിമീങ്ങൾ ഒരു ഭൂമി വാങ്ങി ഉണ്ടാക്കി പണിതെടുത്ത പള്ളി. അത് AD 754 സ്പാനിഷ് ഇൻക്വിസിഷൻ കാലത്ത് ചർച്ചയാക്കി മാറ്റി. ചർച്ച. ഇതിന്റെ വേദന ആരോട് പറയും? 2.5 ലക്ഷം സ്ക്വയർ ഫീറ്റാണ് പള്ളി. 2.5 ലക്ഷം. AD 754 ഈ പള്ളി ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ ഇതിന് ഇത്ര വലിപ്പമുള്ളതും ഇതിനേക്കാൾ വലിപ്പമുള്ളതും ഇതിനെ താഴെയുള്ളതുമായ ആയിരക്കണക്കായ പള്ളികൾ, മുസ്ലിം മസ്ജിദുകൾ ഇന്ന് ചർച്ച. ആരുടെ പറയുക? എപ്പോഴെങ്കിലും നമ്മൾ അതിന്റെ പേരിൽ ക്രിസ്ത്യാനിയെ കുറ്റപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടോ? എന്റെ ആയുസിലില്ല, അങ്ങനെ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അത് അവരുടെ തെറ്റാണ്. അതിന്റെ മറുപടി അള്ളാന്റെ കോടതിയിൽ അവർ പറയും. നമ്മൾ എന്റെ സഹോദരനായ ക്രിസ്ത്യാനിയോട് അതിന്റെ പേരിൽ കയർക്കുന്നത് എന്തിന്? ഞാൻ ഇന്ന് മുസ്ലിം ക്രൈസ്തവ സ്പർദ്ധയെ വളർത്താൻ ശ്രമിക്കാവുന്ന ചില ഗൂഢ കേന്ദ്രങ്ങൾ ഇതിന്റെ പിന്നിൽ വഴി പിടിച്ചതുകൊണ്ട് മാത്രമാണ് ഈ ചരിത്രം ഞാൻ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ എനിക്കൊരു 10 ദിവസത്തെ പ്രസംഗം നടത്താലോ, ഒരു മാസത്തെ പ്രസംഗം നടത്താലോ. എന്ത്? ക്രൈസ്തവർ ചർച്ചാക്കി മാറ്റിയ മുസ്ലിം പള്ളികൾ എന്ന പേരിൽ അങ്ങനെ പ്രഭാഷണം നമ്മൾ നടത്തില്ലല്ലോ. AD 754 സ്പാനിഷ് ഉമവികളാണ് അത് ആ പള്ളി പണിയിച്ചത്. അതിന് മൊറോക്കോയിൽ നിന്നാണ് കടലും കടത്തി മരം കൊണ്ടുവന്നത്. ഉന്നത നിലവാരമുള്ള ശില്പകലയാണ് അതിൽ ഉപയോഗിച്ചത്. 2 ലക്ഷം സ്ക്വയർ ഫീറ്റ്. കൂഫി കയ്യക്ഷരത്തിൽ മെഹ്റാബ് നിറയെ ഖുർആൻ ആയത്തുകൾ. സ്പാനിഷ് ഉമവി ഖലീഫയായ അബ്ദുറഹ്മാൻ ഒന്നാമനാണ് ഈ പള്ളി നിർമ്മിക്കുന്നത്. AD 833 അബ്ദുറഹ്മാൻ ഒന്നാമൻ ഇത് പുതുക്കി പണിതിട്ടുണ്ട്. അദ്ദേഹമല്ല, 833 അദ്ദേഹം പുതുക്കി പണിതിട്ടുണ്ട്. 951 അബ്ദുറഹ്മാൻ രണ്ടാമൻ പുതുക്കി പണിതിട്ടുണ്ട്. 961 AD അബ്ദുറഹ്മാൻ മൂന്നാമൻ പുതുക്കി പണിതിട്ടുണ്ട്. 981 അൽമൻസൂർ ഹക്കീം രണ്ടാമൻ പുതുക്കി പണിതിട്ടുണ്ട്. 1236 ഈ പള്ളി വീണ്ടും വിപുലീകരിച്ചിട്ടുണ്ട്. ഫെർഡിനൻഡ് രാജാവ് കൊർദോവ പിടിച്ചടക്കുകയും പള്ളിയുടെ ഖുർആനിക ചിഹ്നങ്ങൾ, ആയത്തുകൾ, ഇസ്ലാമിക ചിഹ്നങ്ങൾ എന്നിവ നശിപ്പിച്ചു. പള്ളി മിനാരം ചർച്ചിന്റെ മണിഗോപുരമാക്കി മാറ്റി. ഇന്ന് ആ മുസ്ലിം പള്ളിയുടെ പേര് സാന്താ മരിയ കാത്തലിക് കത്തീഡ്രൽ എന്നാണ്. സാന്താ മരിയ കാത്തലിക് കത്തീഡ്രൽ എന്നാണ് അതിന്റെ പേര് ഇന്ന്. ഇത് AD 754 മുസ്ലിങ്ങൾ ഉപയോഗിക്കുകയും ഉണ്ടാക്കുകയും നൂറ്റാണ്ടുകൾ അനവധി ഇസ്ലാമിന്റെ നിസ്കാരവും ജുമായും ജമാഅത്തും പള്ളിയും ദർസും. കോർഡോവയിലെ ഏറ്റവും വലിയ ജമാഅത്തുള്ളി. ആ പള്ളിയിൽ പഠിച്ച ഇമാമിങ്ങൾക്ക് കണക്കില്ല. ഈ പള്ളിയിൽ പഠിച്ച ഇമാമിങ്ങൾ, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം പോലെയുള്ള ഇമാമിങ്ങൾക്ക് കൈ കണക്കില്ല. ഒരു കാലത്ത് ഏറ്റവും വലിയ പള്ളി ദർസ് എവിടെയാണ്? കോർഡോവയിലാണ്. ഇന്നത് സാന്താ മരിയ കാത്തലിക് കത്തീഡ്രൽ എന്നല്ല, ഇന്ന് സ്പെയിനിലെ ഏറ്റവും വലിയ കത്തീഡ്രലും ഇതന്നെയാണ്. കാത്തലിക് കത്തീഡ്രലും ഇതന്നെയാണ്. മദീനത്തു സുഹ്റ എന്നൊരു പട്ടണം ഉണ്ടായിരുന്നു. ഒരു പട്ടണം ഫാത്തിമ ബീവിയുടെ പേരിൽ. ആ പട്ടണത്തിൽ അനവധി പള്ളികൾ ഉണ്ടായിരുന്നു. അനവധി ലൈബ്രറികൾ ഉണ്ടായിരുന്നു. മദീനത്തു സുഹ്റ ആ പട്ടണം അപ്പടി മണ്ണിട്ട് മൂടി നശിപ്പിച്ചു. അനവധി പള്ളികൾ ഇല്ല. ഇന്ന് ഭൂമിക്ക് മുകളിൽ തന്നെയില്ല. ആന്തലൂസിലെ ആദ്യത്തെ ഖലീഫയായ അബ്ദുറഹ്മാൻ മൂന്നാമൻ നിർമ്മിച്ച ഈ നഗരത്തിൽ ഒരുപാട് ഇസ്ലാമിക യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിട്ടുണ്ട്. അനവധി ഇസ്ലാമിക യൂണിവേഴ്സിറ്റികൾ, ലൈബ്രറികൾ, പള്ളികൾ എല്ലാം ഉണ്ടായിരുന്നു. ഈ പള്ളി പൂർണ്ണമായും മണ്ണിട്ട് മൂടി. ഇൻക്വിസിഷൻ കാലത്ത് മണ്ണിട്ട് മൂടി എന്ന് മാത്രമല്ല, ഈ പള്ളിയല്ല, ഈ നഗരം ഒന്നടങ്കം മണ്ണിട്ട് മൂടി. ആ നഗരത്തിനെ
1911 ക്രിസ്തീയ ഗവേഷകന്മാർ തന്നെ, പുരാവസ്തു ഗവേഷകന്മാർ തന്നെ കണ്ടെടുത്തു. ഇത് മണ്ണിട്ട് മൂടിയ നഗരമാണ്. ഒരു നഗരം മണ്ണിട്ട് മൂടുക, അവിടെ ജനങ്ങളെ മുഴുവൻ മണ്ണിനടിയിലാക്കുക, ആ സംസ്കാരങ്ങളും ആ രീതികളും മണ്ണിട്ട് മൂടുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്നിട്ട് ഒരു മുസ്ലിം പണ്ഡിതൻ അതിനെതിരെ ക്രിസ്തീയ സമൂഹത്തെ പഴി പറയാറില്ല. എന്തുകൊണ്ട്? അത് ആ കാലത്തെ ആളുകൾ ചെയ്ത അബദ്ധമാണ്. ഇതിന് സമാനമായ സംഭവം കോൺസ്റ്റാന്റിനോപ്പിളിൽ നടന്നിട്ടില്ല. മസ്ജിദ് ബാബിൽ മർദൂം എന്ന ഒരു പള്ളിയുണ്ട്. AD 999 4 നിലകളിലാണ് ഈ പള്ളി. സ്പാനിഷ് അമവികൾ നിർമ്മിച്ച ഏറ്റവും മനോഹരമായ പള്ളികൾ ഒന്നാണിത്. അതിന് പിൽക്കാലത്ത് ക്രിസ്തീയ രാജാക്കന്മാർ പിടിച്ചടക്കിയപ്പോൾ അതിനെ ലൈറ്റ് ഓഫ് ക്രൈസ്റ്റ് എന്ന പേരിൽ മാറ്റി. 4 നിലകളിലെ പള്ളി, 4 നിലകളിലാണ് പള്ളി. ആ പള്ളിയെ, മസ്ജിദ് ബാബിൽ മർദൂം എന്ന ആ പള്ളിയെ സാക്ഷാൽ അതിനെ ലൈറ്റ് ഓഫ് ക്രൈസ്റ്റ് എന്ന പേരിൽ ചർച്ചാക്കി മാറ്റി. ഇന്നതൊരു കാത്തലിക് ചർച്ചാണ്. കഴിഞ്ഞില്ല. തൊർണിയാസ് എന്ന പട്ടണത്തിൽ AD 11-ാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങൾ നിർമ്മിച്ച ഒരു ജുമാ മസ്ജിദ് ഇന്നത് കത്തോലിക്ക ചർച്ചാണ്. അതൊരു കാലത്ത് പള്ളി മിനാരാണ്. മസ്ജിദ് തൊർണറിയാസ് എന്ന പേരിൽ അറിയപ്പെട്ട പള്ളിയാണ്. സെവില്ലയിലെ ജുമാ മസ്ജിദ് AD 10-ാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങൾ നിർമ്മിച്ച പള്ളിയാണ്. 342 അടിയാണ് പള്ളിയുടെ മുനാരം. അത്ഭുതകരമായ മുനാരം 342 അടിയാണ്. മുസ്ലിങ്ങൾ 10-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പള്ളിയാണത്. ആ പള്ളിയുടെ ഇന്നത്തെ പേര് ഗ്രാൽഡ ചർച്ച് എന്നാണ്. കഴിഞ്ഞില്ല. സ്പെയിനിലെ ഏറ്റവും വലിയ നഗരമാണ് ഷീഷ് നഗരം. അവിടെ ഏറ്റവും മനോഹരമായ വലിയ ഒരു ജുമാഅത്ത് പള്ളി ഉണ്ടായിരുന്നു. ആ ജുമാഅത്ത് പള്ളി ഇന്ന് ജറാസ് ചർച്ചാണ്. ലോക പ്രശസ്തമായ പട്ടണങ്ങളിൽ ഒന്നാണ് ഷീഷ് നഗരം. ആ നഗരത്തെ നശിപ്പിച്ചെന്ന് മാത്രമല്ല, നഗരവാസികളെ നിഷ്കരണം കൊന്നൊടുക്കിന് മാത്രമല്ല, അന്നത്തെ നൂറ്റാണ്ടുകൾ മുസ്ലിമീങ്ങൾ ജമാഅത്തിനും ആരാധിച്ചിരുന്ന അതിപ്രധാനപ്പെട്ട പള്ളി, മുസ്ലിം മസ്ജിദ് ഇന്ന് ജറാസ് ചർച്ചാണ്. ചരിത്രത്തിൽ ഇതിന്റെ പേരിൽ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താറില്ല. ഇന്നത്തെ ക്രിസ്ത്യാനികൾ ഉത്തരവാദിയല്ല. അത് അന്നത്തെ ചില മതാധ്യക്ഷന്മാരുടെയും ഭരണാധികാരികളുടെയും വഴിവിട്ട ധാരണയാണ്. തെറ്റാണ്. പടച്ചോന്റെ അടുത്ത് അവർ മറുപടി പറയും. കഴിഞ്ഞില്ല. സ്പാനിഷിലെ ടോർട്ടോലോസിൽ ഒരു ജുമാ മസ്ജിദ് ഉണ്ട്. നൂറ്റാണ്ടുകൾ മുസ്ലിമീങ്ങൾ ആരാധിച്ച പള്ളിയാണ് ടോർട്ടോലോസിലെ മസ്ജിദ്. ആ മസ്ജിദ് ഇന്ന് ഒരു ക്രിസ്തീയ ചർച്ചാണ്. ടോർട്ടോലോസ് ചർച്ചാണ് ഇന്നത്. ആരാ ഉണ്ടാക്കിയത്? ആദ്യ കാലഘട്ടത്തിൽ അത് ഉണ്ടാക്കിയത് മുസ്ലിങ്ങളാണ്. മുസ്ലിം പള്ളിയാണ്. നൂറ്റാണ്ടുകൾ പള്ളിയും ജുമായും ജമാഅത്തും ദർസും നടന്നിരുന്നത് ഇന്ന് ടോർട്ടോലോസ് ചർച്ചാണ്. നിങ്ങൾ ആലോചിക്കുക. സമാനമായ ഒരു സംഭവം മുസ്ലിം ലോകം ചെയ്തിട്ടില്ല, ചെയ്യൂല. AD 10-ാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങൾ നിർമ്മിച്ച ഒരു പള്ളിയാണ് ദബാഗിൻ പള്ളി. ആ പള്ളി ഇന്ന് സെയിന്റ് സെബാസ്റ്റ്യൻ കാത്തലിക് ചർച്ചാണ്. സെയിന്റ് സെബാസ്റ്റ്യൻ കാത്തലിക് ചർച്ചാണ് നിങ്ങൾ കാണുന്നത്. കഴിഞ്ഞില്ല. അൽ ജഫീറ കൊട്ടാരത്തിലെ രാജാക്കന്മാരെ പള്ളിയുണ്ട്, ഖസ്റുൽ ജാഫരിയ. ആ ഖസ്റുൽ ജാഫരിയയിലെ മസ്ജിദ് ജാഫരിയ ഇന്നത് ഒരു കാത്തലിക് ചർച്ചാണ്. നൂറ്റാണ്ടുകൾ ജമാഅത്തും ജുമായും നിസ്കാരം ഓത്തും ദർസും നടന്നിരുന്ന അതിപ്രധാനപ്പെട്ട പള്ളിയാണത്. ആ പള്ളി ഇന്നൊരു കാത്തലിക് ചർച്ചാണ്. കഴിഞ്ഞില്ല. 9-ാം നൂറ്റാണ്ടിൽ മുസ്ലിം ഭരണാധികാരികൾ നിർമ്മിച്ച ജുമാ മസ്ജിദാണ് മസ്ജിദ് തൈഫ. ആ തൈഫ ഇന്ന് എൽ സാൽവദോർ ചർച്ചാണ്. ആ കാണുന്നത് നൂറ്റാണ്ടുകൾ ജുമായും ജമാഅത്തും ഓത്തും നിസ്കാരവും പള്ളി ദർസൊക്കെ നടന്ന പള്ളിയാണ്. ഇന്നതൊരു ചർച്ചാണ്. ഇന്നത്തെ എൽ സാൽവദോർ ചർച്ചാണ് ആ ചർച്ച്. മസ്ജിദ് അൽ താബിൻ 9-ാം നൂറ്റാണ്ടിൽ മുസ്ലിമീങ്ങൾ നിർമ്മിച്ച ഈ പള്ളി മിനാരും ഇന്ന് ആൽക്കേസ് കാത്തലിക് ആൽക്കേസ് ചർച്ചാണ്. ഇന്നതൊരു ചർച്ചാണ്. അത് ആൽക്കേസ് ചർച്ചാണ് കാത്തലിക്സിന്റെ. കഴിഞ്ഞില്ല. റോണ്ടായിലെ അൽമിനാർ മസ്ജിദ് ഉണ്ട്. റോണ്ടായി അൽമിനാർ മസ്ജിദ് ഇന്നത്. അത് മാത്രമല്ല, പരിസരത്ത് 8ഓളം മസ്ജിദുകൾ ഉണ്ടായിരുന്നു. ആ മസ്ജിദ് റോണ്ടയിൽ മൊത്തം ഇന്ന് ചർച്ചാണ്. അതിപ്രധാനപ്പെട്ട മസ്ജിദായിരുന്നു ആ മസ്ജിദ് ചർച്ച. കഴിഞ്ഞില്ല. ടോളിഡയിലെ ഏറ്റവും മനോഹരമായ ജുമാഅത്ത് പള്ളി ഉണ്ടായിരുന്നു. ഇന്ന് സാന്റിയാഗോ ചർച്ച. കഴിഞ്ഞില്ല. സർഗോവ ജുമാ സ്വഹാബിയായ ഹസൻ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു AD 714 ഈ പള്ളി നിർമ്മിക്കുന്നത്. സ്വഹാബി നിർമ്മിച്ച പള്ളിയാണ്. ചർച്ചാണ്. മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കണം കേട്ടോ. മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം നബിയുടെ ഒരു ശിഷ്യൻ ഒരു പള്ളി നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്തെ എന്തിനേക്കാളും മുസ്ലിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ആ പള്ളി നിർച്ചാണ്. അയാ സോഫിയ യേശുദേവൻ നിർമ്മിച്ചല്ല, യേശുദേവന്റെ ശിഷ്യൻ നിർമ്മിച്ചല്ല. അതെല്ലാം കഴിഞ്ഞ് ഏകദേശം 500 കൊല്ലം കഴിഞ്ഞിട്ട് AD 537 നിർമ്മാണം. അതിന്റെ വസ്തുതകൾ അതിന്റെ വസ്തുതയായും പറയും ചെയ്തു. അതേ സമയത്ത് ഇത് സ്വഹാബി നിർമ്മിച്ച AD 714 ഒരു സ്വഹാബി AD 714 ഹസൻ ബിൻ അബ്ദുല്ല എന്ന സ്വഹാബി നിർമ്മിച്ച പള്ളിയാണ്. ഈ പള്ളി ഇന്ന് സർഗോവ കത്തീഡ്രൽ ഒരു സ്വഹാബി നിർമ്മിച്ച പള്ളിയാണ്. ഇതിന്റെ പേരിൽ ഇന്ന് നമ്മളൊരു ക്രിസ്ത്യാനിയെ കുറ്റപ്പെടുത്തൂല. എന്തുകൊണ്ട്? ഇന്നത്തെ ക്രിസ്ത്യാനിന് ഉത്തരവാദിയല്ല.
അതേ സമയത്ത് ആ വേദന മറക്കാൻ കഴിയില്ല. അതേ സമയത്ത് ലോകത്തെ എത്രയോ മുസ്ലിം ഭൂരിപക്ഷ പ്രദർശനങ്ങളിൽ എല്ലാവിധ ക്രിസ്തീയ ചർച്ചകളും നടത്തിക്കൊണ്ടുവന്ന മുസ്ലിങ്ങളാണ്. എനിക്കറിയാം, ഞാൻ തന്നെ കണ്ട അനവധി ചർച്ചകളുണ്ട്. മുസ്ലിം രാജ്യത്ത് മുസ്ലിങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന ചർച്ച്, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ചർച്ച്, അതിന്റെ കാര്യങ്ങൾക്കൊക്കെ ശമ്പളം കൊടുക്കുന്ന മുസ്ലിങ്ങൾ, കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന ക്രിസ്ത്യാനികൾ, ശമ്പളം കൊടുക്കുന്ന മുസ്ലിങ്ങൾ. കഴിഞ്ഞില്ല, ഇബ്നു അബ്ബാസ് മസ്ജിദ് ഹിജ്റ AD 830 ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പേരിൽ നിർമ്മിച്ച ഈ പള്ളി എൽഗാസിയ ചർച്ചാണ്. ഇതൊരു ചർച്ചാണ്. ഇത് ഇബ്നു അബ്ബാസിന്റെ പേരുള്ള പള്ളിയാണ്. 830 നിർമ്മിക്കുന്നത്. 830 എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രയായി നിങ്ങൾ ചിന്തിക്കുക. 1300 കൊല്ലായി. 1200 കൊല്ലം ഉറപ്പല്ലേ? 1200 കൊല്ലത്തിലെ മുമ്പ് നിർമ്മിച്ച സ്വഹാബി നിർമ്മിച്ച പള്ളിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പേരിൽ നിർമ്മിച്ച പള്ളിയാണ്. ആ പള്ളി ഇന്ന് എൽഗാസിയ ചർച്ചാണ്. കഴിഞ്ഞില്ല, 11ാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങൾ നിർമ്മിച്ച ഏറ്റവും മനോഹരമായ മാഡ്രിഡ് നഗരത്തിലെ പള്ളി, ആ പള്ളി ഇന്ന് നിക്കോളാസ് ചർച്ചാണ്. അതിന്റെ പേരിൽ ഇന്നത്തെ മുസ്ലിമീങ്ങൾ ഏതെങ്കിലും ക്രിസ്ത്യാനിയെ കുറ്റപ്പെടുത്താറില്ല. എന്തിന്? അവസാനം ഇസബല്ലയും ഫെർഡിനൻഡും പുറത്താക്കിയത് ഗ്രാനഡ മസ്ജിദ് 1,00,000 സ്ക്വയർ ഫീറ്റ് ആണ്. 1,00,000 ഗ്രാനഡ മസ്ജിദ്. ഇന്ന് റോയൽ ചാപ്പലാണ്. ഇന്ന് കത്തോലിക്കക്കാരുടെ റോയൽ ചാപ്പലാണ് ആ മസ്ജിദ്. ഇത് ഏതാ പള്ളി? ഇത് ഗ്രാനഡയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ്. അവസാനമായി മുസ്ലിങ്ങളെ പുറത്താക്കിയത് ഗ്രാനഡ നഗരത്തിൽ നിന്നാണ്. ആ ഗ്രാനഡയിലെ അതിപ്രധാനപ്പെട്ട പള്ളിയാണ്. ആ പള്ളി ഇന്ന് റോയൽ ചാപ്പലാണ്, കാത്തലിക്സിന്റെ. എന്റെ പേരിൽ മുസ്ലിമീങ്ങൾ ലോകത്തിൽ ക്രിസ്ത്യാനി എന്ന് കുറ്റപ്പെടുത്തൂല. അതിനുവേണ്ടി ഒരാൾ പേന ഉന്തൂല. ഒരു യഥാർത്ഥ മുസ്ലിം. എന്തുകൊണ്ട്? ഇന്നത്തെ ക്രിസ്ത്യാനികളിന് ഉത്തരവാദിയല്ല. കഴിഞ്ഞില്ല, 10ാം നൂറ്റാണ്ടിൽ മുസ്ലിമീങ്ങൾ നിർമ്മിച്ചതാണ് അക്രോസ് ജുമാ മസ്ജിദ്. അത് ഇന്ന് സെന്റ് മേരി ബസലിക്ക. ഇതിന്ന് സെന്റ് മേരി ബസലിക്ക 10ാം നൂറ്റാണ്ടിൽ മുസ്ലിമീങ്ങൾ നിർമ്മിച്ച പള്ളിയാണ്. അതിന്ന് സെന്റ് മേരി ബസലിക്കയാണ്. കഴിഞ്ഞില്ല, സ്പെയിനിലെ ഗ്വാഡിസ് നഗരത്തിലെ അൽഹമ ജുമാ മസ്ജിദ് ഇന്ന് ഗ്വാഡിസ് കത്തീഡ്രലാണ്. അത് മുസ്ലിം പള്ളിയാണ്. നൂറ്റാണ്ടുകൾ. കഴിഞ്ഞില്ല, വാലൻസിയ ജുമാ മസ്ജിദ് ഇത് ഇന്ന് സാന്താ കലീന കത്തീഡ്രലാണ് ഇന്ന്. ഇതേതാ നൂറ്റാണ്ടുകൾക്ക് മുസ്ലിമീങ്ങൾ നിർമ്മിച്ച് നൂറ്റാണ്ടുകൾ ആരാധിച്ചു പോന്ന ആരാധനാ കേന്ദ്രമാക്കിയ പള്ളിയാണ് ഇന്നത്. വാലൻസിയയിൽ അത് സാന്താ കലീന കത്തീഡ്രലാണ്. കഴിഞ്ഞില്ല, 882 മുസ്ലിമീങ്ങൾ നിർമ്മിച്ചതാണ് ലിഡിയ ജുമാ മസ്ജിദ്. ഇന്ന് കത്തീഡ്രൽ ഓഫ് ലിഡിയ. കഴിഞ്ഞില്ല, താരിഫ് നഗരത്തിൽ AD 800 മുസ്ലിമീങ്ങൾ നിർമ്മിച്ചതാണ് താരിഫ് കത്തീഡ്രൽ. ആ താരിഫ് ജുമാ മസ്ജിദ് ഇന്ന് താരിഫ് കത്തീഡ്രലാണ്. ഇത് AD 800കളിൽ മുസ്ലിമീങ്ങൾ നിർമ്മിച്ചതാണ് താരിഫ് ജുമാ മസ്ജിദ് ആണത്. നൂറ്റാണ്ടുകൾ പള്ളിയും മുസ്ലിം ജമാഅത്തും ജുമായും പള്ളി ദർസും ലോകം കണ്ട ആലിമീങ്ങളും ഷെയ്ഖുമാരും പഠിച്ചുപോയ പള്ളികളാണ് ഇതൊക്കെ. ആ പള്ളികളെല്ലാം ഇന്ന് ചർച്ചകളാണ്, കത്തീഡ്രലാണ്. എന്റെ പേരിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യാനിയെ കുറ്റപ്പെടുത്തൂല ഇന്ന്. എന്തുകൊണ്ട്? അത് അവർ ചെയ്ത അബദ്ധമാണ്. അതിന് ഉത്തരവാദി അവരാണ്, അതിന് മറുപടി പറയുന്നവരാണ്. കഴിഞ്ഞില്ല, പോർച്ചുഗലാക്കിയത് മുസ്ലിങ്ങളാണ്. ഇന്ന് പഴയ കാലത്തെ പോർച്ചുഗൽ പള്ളികൾ മൊത്തം ഇന്ന് ചർച്ചകളാണ്. മെട്രോള ജുമാ മസ്ജിദ് പോർച്ചുഗലിൽ 12ാം നൂറ്റാണ്ടിൽ സ്പാനിഷ് അറബികൾ നിർമ്മിച്ചു പോർച്ചുഗലിൽ. അതിന്റെ മിനാരം അതെല്ലാം പൊളിച്ചു, അതെല്ലാം മാറ്റി. ഇന്ന് ആ പള്ളി തന്നെയാണ് ചർച്ച് ഓഫ് നോസ സെൻഹോറ എന്നാണ് ചർച്ചിന്റെ പേര്. ചർച്ച് ഓഫ് നോസ സെൻഹോറ. അത് 12ാം നൂറ്റാണ്ടിൽ മെട്രോള ജുമാ മസ്ജിദായിരുന്നു. നൂറ്റാണ്ടുകൾ അനുമതി. പോർച്ചുഗലിലെ ലൗൽ ജുമാ മസ്ജിദ് 10ാം നൂറ്റാണ്ടിൽ ലൗളിൽ മുസ്ലിങ്ങൾ സ്ഥാപിച്ച ഈ പള്ളി സാഓ ക്ലെമന്റ് ചർച്ചാണ്. കഴിഞ്ഞില്ല, ഇതൊക്കെ നിങ്ങൾക്ക് നെറ്റിലടിച്ച കിട്ടും. ടാവിറോയിലെ മദീന ജുമാ മസ്ജിദ് 10ാം നൂറ്റാണ്ടിൽ ടാവിറോയിൽ മദീനയുടെ ഓർമ്മയ്ക്ക് വേണ്ടി മുസ്ലിമുകൾ നിർമ്മിച്ച മസ്ജിദ് മദീന എന്നത് കാസ്തലോ ചർച്ചാണ്. കഴിഞ്ഞില്ല, അൽജസൂർ ജുമാ മസ്ജിദ് സൂഫി ഷെയ്ഖായിരുന്ന അബുൽ ഖാസിം അഹമ്മദ് ബിൻ ഹുസൈൻ ബിൻ ഖസി സ്ഥാപിച്ച മദ്രസ, പള്ളി, ലൈബ്രറി ഇന്ന് അത് തീയിട്ട് നശിപ്പിച്ചു. ആ മുഴുവനും പൂർണ്ണമായും തീയിട്ട് നശിപ്പിച്ചു. ഒന്നിരിക്കൽ നശിപ്പിച്ചു, അല്ലെങ്കിൽ കത്തീഡ്രലാക്കി മാറ്റി. ഇങ്ങനത്തെ ആയിരക്കണക്കായ മുസ്ലിം പള്ളികളാണ് യൂറോപ്പിലുള്ളത്. ആയിരക്കണക്കിന് ചർച്ചാക്കിയ, ക്രിസ്തീയ മഠമാക്കിയ, ചാപ്പലുകളാക്കിയ, കത്തീഡ്രലുകളാക്കിയ ആയിരക്കണക്കായ മുസ്ലിം പള്ളികൾ ഇന്ന് യൂറോപ്പിലുണ്ട്. ആയിരക്കണക്കിന്. ആ പള്ളിയല്ല,
പള്ളിയോടനുബന്ധിച്ച് മുസ്ലിം മയ്യത്തിന്റെ ശ്മശാനങ്ങൾ, ഖബർസ്ഥാനുകൾ, ആ ഖബർസ്ഥാനുകളിലൊക്കെ മറകെട്ട് കിടക്കുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആരിഫീങ്ങൾ, സ്വാലിഹ്യങ്ങൾ, ശേഖന്മാർ, അവരൊക്കെ ഖബറുകൾ. ആ പള്ളികൾ മുഴുവനും ഇന്ന് ചർച്ചകളാണ്. നമ്മൾ ആരും ഒരു ക്രിസ്ത്യാനിയും കുറ്റപ്പെടുത്താറില്ല. എന്തുകൊണ്ട്? ബ്രിട്ടീഷുകാരന്റെ അജണ്ട മുസ്ലിമിനില്ല. മുസ്ലിമിന് ബ്രിട്ടീഷുകാരന്റെ അജണ്ട ഇല്ല. ബ്രിട്ടീഷുകാരന്റെ അജണ്ട തമ്മിൽ തല്ലിക്കുക മാത്രമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ എടുത്തു പറഞ്ഞതാണ്. എന്നാൽ അനവധി പള്ളികൾ ഉസ്മാനികൾ തന്നെ കെട്ടിക്കൊടുത്തു. 80% ക്രിസ്ത്യാനികൾ വേണ്ട സൗകര്യങ്ങൾ, അവരുടെ പാത്രിയാക്കൾക്ക് ശമ്പളം കൊടുക്കുന്നത് ബൈത്തുൽ മാലിൽ നിന്ന്, എനിക്ക് ഖജനാവിന് പൈസ കൊടുക്കും. എല്ലാ സംവിധാനങ്ങളും അവർക്ക് തന്നെ നികുതി പിരിക്കാനുള്ള അവകാശങ്ങൾ, അവർക്ക് ചർച്ചും മറ്റു സൗകര്യങ്ങളും നടത്തിക്കൊണ്ടുപോകാൻ ജനങ്ങളിൽ നിന്ന് അവർക്ക് നികുതി പിരിക്കാം. അവരെ ജനങ്ങളിലെ സിവിൽ ക്രിമിനൽ നിയമങ്ങളിൽ ഒരിക്കലും ഖലീഫ കൈവക്കൂല. അത് ബൈബിൾ അനുസരിച്ച് ക്രിസ്തീയ മതാധ്യക്ഷന്മാരുടെ നിയമം അനുസരിച്ച് വിധി കൽപ്പിക്കും. ഇങ്ങനെയൊക്കെയാണ് ഉസ്മാനി ഭരണം ലോകത്തിന്റെ പൂങ്കാവനമാക്കി മാറ്റുകയാണ് അവർ കോൺസ്റ്റാന്റിനോപ്പിളിൽ ചെയ്തിട്ടുള്ളത്. പകരം പറയാനില്ലാത്ത, പരിഹാരം പറയാനില്ലാത്ത നന്മകളാണ് അവരുടെ കാലഘട്ടത്തിൽ ലോകം സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കേരളീയ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇതിന്റെ പേരിൽ തല്ലുകൂടേണ്ട ആവശ്യമില്ല. നമ്മളെ തല്ലുകൂടിക്കൽ മറ്റു ചില ആളുകൾ അജണ്ടയാണ്. തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അവർക്ക് എന്താ താല്പര്യം? ഇനി അവരുടെ താല്പര്യം അത് മത താല്പര്യമല്ല. അവരുടെ താല്പര്യം ലാഭമാണ്, മുതലെടുക്കലാണ്. ഈ ഭൂമി ഇന്നലെ നാളെ അവസാനിക്കും. മുസ്ലിം ആണെങ്കിൽ ക്രിസ്ത്യാനിയ, ജൂതനും ഹിന്ദുവും പടച്ചോനെ കോതിനാഥനോ, യാതൊരു സംശയമില്ല. മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ജൂതനാണെങ്കിലും ആരാണെങ്കിലും അള്ളാഹിനെ കോടതിയിലാകണം, യാതൊരു സംശയം വേണ്ട. അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ആര്? എല്ലാവരും കണക്ക് കൊടുക്കേണ്ടി വരും. മുസ്ലിം ക്രിസ്ത്യാനിയെ ആക്രമിച്ചാൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഹിന്ദു മുസ്ലിമിനെ ആക്രമിച്ചാൽ, മുസ്ലിം ഹിന്ദുവിനെ ആക്രമിച്ചാൽ കണക്ക് കൊടുക്കേണ്ടി വരും. അള്ളാഹുവിന്റെ കോടതിയിൽ കണക്ക് ബോധിപ്പിക്കാത്ത ദൈവത്തിന്റെ കോടതിയിൽ നിങ്ങൾ അള്ളാഹ് എന്ന് പറഞ്ഞോളൂ. ഞങ്ങൾ അള്ളാഹ് എന്ന് പറയും, നിങ്ങൾ കർത്താവ് എന്ന് പറയും. ഫായിൽ കർത്താവ് അത് അള്ളാഹു മാത്രമാണ്. പേര് നിങ്ങൾ എന്ത് പറഞ്ഞാലും അവൻ അള്ളാഹുവാണ്. പേര് എന്ത് പറഞ്ഞാലും ദൈവമാണ്. അവന്റേതാണ്. അവനാണ് സ്രഷ്ടാവ്, അവനാണ് സംവിധായകൻ. അവന്റെ കോടതിയിൽ പോകാത്ത ഒരു ഹിന്ദു ഉണ്ടാവില്ല, ഒരു മുസ്ലിം ഉണ്ടാവില്ല, ഒരു ക്രിസ്ത്യാനി ഉണ്ടാവില്ല. അവിടെ പോയി വിരലടിക്കാൻ നിൽക്കണ്ട. അവിടെ വിരലടിച്ചിട്ട് കാര്യമില്ല. ആ മതബോധമുള്ള ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയോ മേക്കിട്ട് കയറൂല. ഒരു മുസ്ലിം ആയ പണ്ഡിതൻ അതിന് അനുമതി കൊടുക്കൂല. ഇൻക്വിസിഷൻ എന്ന പേരിൽ ഒരു കൊലപാതകം മുസ്ലിം ലോകത്ത് നടന്നിട്ടില്ല. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ലോകം കണ്ട തമ്മാടിയായ കള്ളൻ മുസ്ലിമീങ്ങളുടെ മേൽ നടത്തിയത് മാത്രമാണ്. അതാണ് ഇസ്ലാം കണ്ട ഇൻക്വിസിഷൻ. അയാളുടെ അനുയായികൾ മാത്രമാണ് മുസ്ലിം ലോകത്ത് ഒരു ഇൻക്വിസിഷൻ നടത്തിയത്. അതിന് കുറെ താടിവാലന്മാർ കൂട്ടി നിൽക്കുകയും ചെയ്തു. അവരെ ചരിത്രം തുടച്ചു നീക്കും. അവർക്കിനി നാളുകൾ, എണ്ണപ്പെട്ട നാളുകൾ മാത്രം. ലോകം പുച്ഛിച്ചു വലിച്ചെറിയും എന്നല്ല. ഈസ വന്നാൽ അലൈഹിസ്സലാം, സയ്യിദുനാ ഈസ വന്നാൽ അവർ മര്യാദ പഠിക്കും. വഹാബികൾക്കെതിരായിരിക്കും സയ്യിദുനാ ഈസ, ഇമാം മഹ്ദിയും. നമ്മൾ ക്രിസ്ത്യാനികളെ ഇതിന്റെ പേരിൽ തല്ലുകൊണ്ട ആവശ്യമില്ല. ഈ വഹാബികൾക്കും നന്നാവണമെങ്കിൽ നന്നാവാ. അഥവാ സലഫികൾ എന്ന് പറഞ്ഞാൽ ചിലക്ക് മനസ്സിലാവും. അവർ സലഫല്ല, അവർ തമ്മാടികളാ, വഹാബികളാണ്. അവർ ഈ ചരിത്രത്തിന്റെ വസ്തുതയെ വെളിച്ചത്ത് കൊണ്ടുവരില്ല. എന്തുകൊണ്ട്? ഇത് വെളിച്ചത്ത് കൊണ്ടുവന്നാൽ ആ ശുദ്ധരും നല്ലവരുമായിരുന്ന സ്വാധീനങ്ങളായ ഭരണാധികാരികളെ തള്ളിയിട്ട് ആ കസേരയിൽ ഇരിക്കുന്നവരാണ് ഈ തമ്മാടികൾ. അതിന് കൂട്ടു നിൽക്കുന്നവരാണ് ഇന്നത്തെ മക്കത്തും മദീനത്തും അടക്കമുള്ള ഇമാമുകൾ. അവരെ നേരിൽ കൂട്ടി നിൽക്കൂല. ചരിത്രത്തിന്റെ നേരെ അവർ വെളിച്ചത്ത് കൊണ്ടുവരില്ല. സുന്നികളെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ക്രിസ്ത്യാനികൾ ദയവായി ഈ ചരിത്രം പഠിക്കണം. നിങ്ങളൊരു മൊട്ടുസൂചി എടുത്തിട്ട് അള്ളാഹിനെ കോടതി ചെല്ലാൻ മുഹമ്മദ് ഫാത്തിന് പറ്റൂല. എന്ന് മുഹമ്മദ് മുസ്തഫ ഏറ്റവും നല്ല ഭരണാധികാരി, ആ ഭരണാധികാരിയായിരിക്കും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ ഭരണാധികാരിയാണ് മുഹമ്മദ് ഫാത്തി. ഇദ്ദേഹം അത് ചെയ്യൂല. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ബാക്കി നാളെ പറയും. ഇതൊരു വസ്തുതയെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം മാത്രമാണ്. അല്ലാതെ പള്ളികൾ കത്തീഡ്രലുകൾ ആക്കിയതിന്റെ പേരിൽ ഇന്നത്തെ ക്രിസ്ത്യാനികളെ കുറ്റപ്പെടുത്താൻ ഞാനില്ല. എന്നാൽ കുറ്റം മുഴുവനും ഇൻക്വിസിഷൻ കാലത്ത് നടത്തിയ തമ്മാടിത്തരങ്ങൾക്കെതിരാണ്. അവർ 100 കോടി ആളുകളെയല്ലേ കൊന്നത്? 100 കോടി. അതിൽ ഏറ്റവും കോടി ക്രിസ്ത്യാനികളെ അവർ കൊന്നത്. എന്നാൽ മുസ്ലിങ്ങളെ കൊന്നതും കോടികൾ അനവധിയാണ്. ഇൻക്വിസിഷൻ, സ്പാനിഷ് ഇൻക്വിസിഷൻ നടക്കുന്നത് 10-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെയാണ്, അവസാനം വരെയാണ്. കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, സ്പർദ്ധ ഒഴിവാക്കുക, പരസ്പരം സഹോദരങ്ങളായി തീരുക. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിന്റെ
ആ കാലഘട്ടത്തിലെ വിഡ്ഢികളുടെ കുറ്റത്തിന്റെ പേരിൽ ഇന്ന് അയൽക്കാരായ നാം പരസ്പരം കുറ്റപ്പെടുത്താതിരിക്കുക. നാം ഒന്നാണ്, നാം ഭാരതീയരാണ്, നമ്മുടെ രാജ്യം ഭാരതമാണ്, നമ്മുടെ ലക്ഷ്യം ഒന്നാണ്. നന്മ കാക്ഷിക്കുക, നന്മയിൽ മുന്നോട്ട് പോവുക. രക്ഷകൻ വരാനായി, രക്ഷകൻ തീരുമാനിക്കും. രക്ഷകൻ മുഹമ്മദ് മുസ്തഫ ലോകം കണ്ട മഹാരക്ഷകനാകണമെങ്കിൽ ഇനി ആ രക്ഷകന്റെ കീഴിൽ മറ്റൊരു രക്ഷകൻ വരുന്നത്, അത് മഹാനായ സയ്യിദുനാ ഈസയാണ് അലൈഹിസ്സലാം. അത് ലോകത്തിന്റെ രക്ഷകനാണ് സയ്യിദുനാ ഈസ. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ.